ശ്യാമലി, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും എതിർക്കപ്പെടേണ്ടുന്ന സംഗതികളിലൊന്നാണ്, അല്ലെങ്കിൽ എതിർക്കേണ്ടുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ നടന്ന സംഭവം എന്ന കാര്യത്തിൽ പറയാൻ യാതൊരു സംശയവും കാണിക്കേണ്ട കാര്യമല്ല. എനിക്ക് ഈ സർക്കാരിനോട്, പിണറായി വിജയനോട് തോന്നിയ രണ്ട് പ്രധാനപ്പെട്ട വിയോജിപ്പുകളിൽ ഒന്ന് ഇതും, രണ്ടാമത്തേത് മറ്റേ രേവന്ത് റെഡ്ഡിയോട് പറഞ്ഞതുമാണ്. നമ്മളന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് പറയേണ്ടുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനമാണ് എന്ന ഈ പ്രസ്താവന അങ്ങേയറ്റം ശരിയല്ലാത്തത്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന്, മുഖ്യമന്ത്രി പദവിയൊക്കെ പോട്ടെ, മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ലാത്ത ഒരു പ്രസ്താവന എന്ന് തന്നെ കാണേണ്ടുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇതിനകത്ത് എല്ലാവരും ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അന്ന് പറഞ്ഞത് കല്യാശ്ശേരിയിൽ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളെ കണ്ണൂർ വെച്ച് തല്ലി. അതാണ് ആദ്യത്തെ സംഭവം. അതേക്കുറിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ, എനിക്ക് തോന്നുന്നു പിറ്റേ വാർത്താ സമ്മേളനത്തിൽ ആളുകൾ, മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അവിടെ വെച്ചാണ് പിണറായി വിജയൻ പറയുന്നത് രക്ഷാപ്രവർത്തനമായിരുന്നല്ലോ എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് ഈ തല്ല് നടക്കുന്നത്. അപ്പോൾ ഈ തല്ലാണ് അന്വേഷിക്കുന്നത്. ഈ തല്ല്, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തല്ലിനെ കുറിച്ചല്ല രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത്, പക്ഷേ അതിന് മുമ്പുള്ള തല്ലിനെ കുറിച്ചാണ്. എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ശരിയല്ലാത്തൊരു ചിരിയും കൂടെ അദ്ദേഹം അതിനോടൊപ്പം ചിരിച്ചു. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പല ഘടകങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അദ്ദേഹത്തിന് വൻ തിരിച്ചടി ഉണ്ടാകാൻ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പക്ഷത്തിനും വമ്പൻ തിരിച്ചടി ഉണ്ടാകാൻ കാരണമായ കാര്യങ്ങളിലൊന്ന് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ, അത് വളരെ ആളുകളുടെ മുന്നിൽ വളരെ പ്ലെയിനായിട്ട് കാണുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നു, പ്രതിഷേധിക്കുന്നു, അവരെ തല്ലുന്നു കല്യാശ്ശേരിയിൽ. അപ്പോൾ ഇത് വിഷ്വൽസിലുണ്ട്. അപ്പോൾ എന്ത് കാരണത്താലും ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനെ ബസ് സ്റ്റാൻഡിലോട്ട് വിട്ടിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ, ചിലപ്പോൾ അടി നടക്കും. എല്ലാവരും കൂടി 4-5 ആളുകൾ ചേർന്ന് ഒരു മനുഷ്യനെ അടിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടാണെങ്കിൽ പോലും ഈ അടി കൊള്ളുന്നവൻ്റെ ഒപ്പമാണ് നമ്മുടെ മനസ്സ് നിൽക്കുക. എല്ലാ മനുഷ്യൻ്റെ മനസ്സ് അയ്യോ എന്ന് പറഞ്ഞ് ആദ്യമോടെ നിൽക്കുക. അതാണ് മനുഷ്യത്വം. അങ്ങനെ അടി കൊള്ളുന്ന വിഷ്വൽ അവിടെ ഉണ്ടായിരിക്കെ മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് പറഞ്ഞു. അതൊരുമാതിരി ആളെ കളിയാക്കലാണ്. ഇന്ന് അദ്ദേഹത്തെ പോലെ ഇത്രയും സീനിയോറിറ്റിയുള്ള പ്രവർത്തന പരിചയമുള്ള ഒരാൾക്ക് ബോധ്യമായാണ് പറയരുത് ഞാനത് എന്ന് തോന്നുന്നുണ്ടാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ വിഷയം അപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പറയരുത് ഞാനത് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാണ്. അദ്ദേഹത്തിന് തോന്നിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ CPM നേതാക്കൾ തന്നെ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, പോലീസ് എന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമാണെന്നാണ്. അതിപ്പോൾ തെളിവാണ് നമുക്ക് മുമ്പിൽ ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് എന്താണ്? മർദ്ദനോപകരണമാണ്. ഗൺമാന്മാരും മർദ്ദനോപകരണമാണ്. നമ്മൾ കണ്ടല്ലോ, മർദ്ദിക്കാനുള്ള ഉപകരണമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ഇത് പറഞ്ഞോട് കൂടിയിട്ട് മർദ്ദനോപകരണങ്ങൾക്ക് ആവേശം കൂടി. അപ്പോൾ അവർ ആലപ്പുഴ എത്തുമ്പോൾ ഇതിനേക്കാൾ വലിയ അടിയടിച്ചു. കണ്ടാൽ ആരെങ്കിലും സഹിക്കുമോ ഇങ്ങനെ അടിക്കുന്നത് കണ്ടാൽ? ഞാൻ പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, വീട്ടിലിരുന്ന് കാണുന്ന പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെയുള്ള ആളുകൾ ഈ ദൃശ്യം കാണുമ്പോൾ എന്താ വിചാരിക്കുക? അപ്പോൾ ഈ അടി നടക്കുക. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനമെന്ന് ന്യായീകരിച്ചതുകൊണ്ടാണ് ആലപ്പുഴയിൽ എത്തുമ്പോഴേക്ക് ഈ അടിയുടെ ശക്തി കൂടിയത്. ആ വിഷ്വൽ നമ്മൾ ഒന്നുകൂടെ നോക്കിയാൽ കാണാം. പോലീസുകാർ പിടിച്ചു വെക്കുകയാണ് ഇവരെ. അവരുടെ പ്രതിഷേധം കഴിഞ്ഞു, മുഖ്യമന്ത്രിയുടെ വാഹനം പോയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് വന്ന വാഹനങ്ങൾ അടിക്കുകയാണ്. അപ്പോൾ ഈ പോലീസുകാർ അന്തം വിടുകയാണ്. അതായത് യൂണിഫോമിലുള്ള പോലീസുകാർ എന്തിനാണ് ഇവർ തല്ലുന്നത് അന്തം വിടുകയാണ്. അവർ പിടിച്ച് സേഫാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്നെറിഞ്ഞ് ഇറങ്ങിയിട്ട് തല്ലുകയാണ്. അതും മാരകമായ അടിയാണ് അടിക്കുന്നത്. അപ്പോൾ അതിന് രാഷ്ട്രീയ വ്യത്യാസമില്ല. അത് കണ്ട് ആരും പറയുക ഇത് ശരിയായില്ല എന്നാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ടാമത്തെ അടിക്ക് കാരണമായത്, ഒന്നാമത്തെ അടിക്ക് ശേഷം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞ രക്ഷാപ്രവർത്തനമാണ് എന്ന പറച്ചിലും ചിരിയുമാണ്. രാഷ്ട്രീയ അധികാര പദവിയിൽ നിൽക്കുന്ന ഒരു മുതിർന്ന ആൺ നേതാവ് വലിയ ആൾക്കൂട്ടത്തിന് മുമ്പിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് ചിരിച്ചുകൊണ്ട് ആ തല്ലിനെ ന്യായീകരിക്കുകയാണ്. ആവേശമാവില്ല ഇവർക്ക്. അപ്പോൾ അടി കൊടുത്ത് ഏതായാലും സർക്കാർ മാറിയപ്പോൾ VD സതീശൻ എടുത്ത നിലപാടുകളിൽ എനിക്ക് സന്തോഷം തോന്നിയൊരു നിലപാട് ആദ്യം മുതലേ ഇതാണ്. ഞങ്ങളെല്ലാം മറക്കില്ല കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. പറയണം, അത് മറക്കരുത്. ഇതിനു മുഖത്ത് ഈ നടപടി തന്നെ ഉണ്ടാവണം, ശക്തമായിട്ട് നടപടി ഉണ്ടാവണം. എനിക്കിപ്പോഴുള്ള സംശയം പോലീസുകാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. കുറേ കഴിഞ്ഞ് കേസൊക്കെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവരെല്ലാവരും അവരുടെ വഴിക്ക് പോകും. അങ്ങനെയാണ് ഞാൻ ഈ ഇത്രയും കാലം രാഷ്ട്രീയത്തെ കണ്ട കാരണം കൊണ്ട് മനസ്സിലാവുന്ന. അങ്ങനെ അല്ലാതിരിക്കട്ടെ, പക്ഷേ ഇവർ ആ വഴിക്കങ്ങ് പോകും. പക്ഷേ എന്താ സംഭവം എന്നറിയോ? ഇതിനകത്ത് നിങ്ങൾ തല്ലി സുഖമായിട്ടങ്ങ് പോവും, അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാകും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊരു സൂചന VD സതീശൻ കൊടുത്തു. നല്ല ശക്തമായിട്ട് നടപടിയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ എടുക്കുന്നത്.